അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ പ്രയാണത്തിൽ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാലോ, കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് ജില്ലയിലുണ്ടായ മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിനിരയായി ഒരുപാട് മനുഷ്യർ ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് വീടുകളും അവരുടെ മറ്റു സൗകര്യങ്ങളും അവരുടെ ജീവനോപാധികളുമൊക്കെ നഷ്ടപ്പെട്ട ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു ആ ഉരുൾപൊട്ടൽ. ആ ദുരന്തത്തിൽ ഇരയായി ബാക്കിയായ ആളുകൾക്ക് പിന്നീട് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ട മറ്റുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ പല സംഘടനകളും പല വ്യക്തികളും ഒക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയാണ് എന്നുള്ളത് പറയാതെ വയ്യ. ആ ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിൽ ഇരയായി ബാക്കിയായവർക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് അവരുടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആദ്യമായി തന്നെ രംഗത്തിറങ്ങിയ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ദുരന്തത്തിൽ ഇരയായവർക്കുള്ള പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ കർമ്മരംഗത്തിറങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള പണസമാഹരണത്തിന് വേണ്ടി പ്രത്യേക ആപ്പ് ആരംഭിച്ച് അതിലൂടെ 37 കോടിയോളം രൂപ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആ ഫണ്ടിലേക്ക് പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തി. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി സർക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ചെയ്യട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി എന്തു സമീപനമാണ് സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ സംവിധാനങ്ങളാണ് മുസ്ലിം ലീഗ് അതിനുവേണ്ടി തയ്യാറാക്കുന്നത്, എന്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപനം എന്നൊക്കെ കാതോർത്ത് കാത്തിരിക്കുന്നവരാണ് കേരളത്തിലെ ജനത. ദുരന്തബാധിതരുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ വന്ന് കുമിഞ്ഞുകൂടിയിട്ടും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ വേണ്ടതുപോലെ അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തതിൻ്റെ സാഹചര്യത്തിലുമൊക്കെ നിയമസഭക്കകത്തും പാർലമെൻറ്റിലും പുറത്തുമൊക്കെ നിരന്തരമായി ശക്തമായ നിലക്ക് തന്നെ ഇടപെടലുകളും പ്രതികരണങ്ങളും നടത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ഉരുൾപൊട്ടലുണ്ടായ ആ ദുരന്തത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇരകളായവർക്ക് വേണ്ടി പ്രഥമ കാര്യം എന്നുള്ള നിലക്ക് 691 കുടുംബാംഗങ്ങൾക്കായി 15,000 രൂപ ധനസഹായമായി പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്നാൽ മുസ്ലിം ലീഗ് 15,000 രൂപ കൊടുത്തപ്പോൾ സർക്കാർ കൊടുത്തത് എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട 40ഓളം ആളുകൾക്ക് 500,000 രൂപ വീതം ധനസഹായം നൽകി അവരെ സഹായിച്ചു. അതുപോലെ ഉപജീവനത്തിനായി ഉപയോഗിച്ചിരുന്ന ടാക്സികളായ 4 ജീപ്പ് ഓടിച്ചിരുന്ന ആളുകൾക്ക് അവർക്ക് ജീപ്പുകൾ വാങ്ങിക്കൊടുത്തു. അതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നവർക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നിരവധി സഹായങ്ങൾ. ഇങ്ങനെയൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി ആ ദുരന്തത്തിനിരയായവരെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ ആ മുസ്ലിം ലീഗ് മറ്റൊരു ചരിത്രം കൂടി അതോടൊപ്പം ചേർത്ത് വെക്കാൻ പോവുകയാണ്. സർക്കാരിൻ്റെ ഭൂമിക്ക് കാത്തു നിൽക്കാതെ ദുരന്തത്തിനിരയായ 105ഓളം കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായി 10 ഏക്കറിൽ അധികം സ്ഥലം കണ്ടെത്തി അവിടെ 8 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള നിർമ്മാണ പ്രക്രിയക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 9-ാം തീയതി ആ ഭവന നിർമ്മാണ പ്രക്രിയക്ക് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടി മറ്റൊരു ചരിത്രത്തിൻ്റെ ശില കൂടിയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി പ്രവർത്തകന്മാർ വെറുതെ പറയുകയല്ല, മുസ്ലിം ലീഗ് പാർട്ടിക്ക് പകരം വെക്കാൻ മറ്റാർക്കുമാവില്ല എന്ന്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.